എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഒരു പഴഞ്ചൊല്ലുണ്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. വളരെ അർത്ഥവത്തായ ഒരു പഴഞ്ചൊല്ലാണ്. ഞാനിത് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം, ഇപ്പോൾ ഒരു കൂറ പാർട്ടി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ കൂതറ പാർട്ടി എന്ന് പറഞ്ഞ് തുറന്നു വിട്ട ഒരു ഭൂതം സോഷ്യൽ മീഡിയയിലെല്ലാം ലക്ഷോപലക്ഷം കോടാനുകൂടി ആൾക്കാർ കാണുകയും അതിൽ ഭീതിമുണ്ട് ഭരണകൂടം വന്നെന്തോ അതിനെ പ്രതിരോധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കാം, ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള ഇത് പറയാൻ കാരണം, വർഷങ്ങളായി ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭരിച്ചതാണ് കോൺഗ്രസ്. നീണ്ട കാലവർഷം അവർ ഭരിച്ചെങ്കിലും ആ ഭരണത്തിൽ ചില കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ആ കോട്ടങ്ങളെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് അവരുടെ നേട്ടങ്ങളെ ഹൈലൈറ്റ് ചെയ്യാതെയും പിന്നെ ആ കോൺഗ്രസ്സിലുള്ളവർ തന്നെ ചിലർ മാറി വന്ന് പല പാർട്ടികൾക്ക് രൂപം കൊടുക്കുകയും അവസാനം അതൊരു BJP എന്നുള്ളൊരു വലിയൊരു പാർട്ടിയായിട്ട് മാറുകയും അതിനുശേഷം അണ്ണാ ഹസാരെ ഇങ്ങനെയുള്ള പല പ്രമുഖരെയും വെച്ച് സത്യാഗ്രഹമൊക്കെ കാട്ടിക്കൂട്ടി ഒക്കെ കോപ്രായത്തരം കാണിച്ചു. ഗുജറാത്തിൽ നിന്നും വന്ന 2 ഭായിമാർ, അതിലൊരു ഭായിയാണ് ഗുജറാത്തിലുള്ള ഒരു ധനാഢ്യന്മാർ തച്ചു കൊടുത്ത സ്വർണ്ണ നൂല് പൊടിപ്പിച്ച കോട്ടുവിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നും അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെ മുഖ്യ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കോൺഗ്രസ് നടത്തിയ കൊള്ളരുതായ്മകൾ എന്താണെന്നോ അതിൻ്റെ അപാകതകൾ അതിനെപ്പറ്റി ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുക. പിന്നെ വിദ്യാഭ്യാസവും ലോകത്തെക്കുറിച്ച് ഒരു പരിജ്ഞാനമില്ലാത്ത ഒരു ജനതയെ വാർത്തെടുത്ത് അവരെ എപ്പോഴും ഇവരുടെ കാൽക്കൽ നിർത്തി വോട്ടിന് വേണ്ടി മാത്രം രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന രീതിയിൽ ഈ 2 ഭായിമാരും കൂടെ അങ്ങ് രൂപാന്തരപ്പെടുത്തിയെടുത്ത് ഇപ്പോഴും വർഷങ്ങളായി ഇന്ത്യ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഇവർ കാണിക്കുന്ന കൊള്ളരുതായ്മകളെ എടുത്തു പറയാനും കാട്ടിക്കൂട്ടാനും ഉള്ളൊരു ശക്തി പ്രതിപക്ഷത്തിന് ഇല്ലതാനും. ഈ പ്രതിപക്ഷത്തിനും ഉണ്ട് ഒരുപാട് അപാകതകൾ. അവരുടെ അപാകതകൾ എന്നുള്ള ഓ ചോർ ഹേ, ഓ ചൗക്കിദാർ എന്നുള്ള അതൊരു അനാവശ്യമായിട്ട് വർത്തമാനം. മറിച്ച് തിരിച്ച മറുപടി ഓ പപ്പു ഹേ, ഓ ഹേ യേ ഹേ. അതായത് വില കുറഞ്ഞ ആരോപണങ്ങൾ നിർത്തിവെക്കുമ്പോൾ യാഥാർത്ഥ്യ ആരോപണങ്ങളെ ആരും കാണിക്കുന്നില്ല. എന്താണ് എന്താ ഈ ഒരു പുതിയ പാർട്ടി രൂപം കൊണ്ട് കുറേ ചെറുപ്പക്കാരുടെ ആശയം, അവരുടെ വേദനകൾ, അവരുടെ നാളുകളെക്കുറിച്ചുള്ള ഒരു ആവലാതിയുടെ ഇതുകൊണ്ടാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു തരംഗം സൃഷ്ടിച്ചത്. അവർ ചോദിക്കുന്ന ഓരോന്നും നമ്മൾ കറക്റ്റ് ആലോചിക്കേണ്ടത് അവരുടെ അനുഭവങ്ങളാണ് പറഞ്ഞത്. അതിന് നമ്മൾ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റും. അവർ പറഞ്ഞത് എന്താണ് വാസ്തവമല്ലേ? ഇവിടെ ഇപ്പോൾ ഒരു ചില ന്യായാധിപന്മാർ അവർ ശരിയായ ന്യായീകരണമല്ല നടത്തുന്നത്. ചെയ്യാത്ത തെറ്റിനും അത് തെറ്റുകാരനെന്ന് പറഞ്ഞ് പിടിച്ച് ജയിലിലിടുക. അത് ഭരണപക്ഷത്തിൻ്റെ ഒത്താശയോടുകൂടി. അവർ റിട്ടയർമെൻ്റായാൽ അവർ ഗവർണറാകുന്ന എല്ലാ സാധനങ്ങളും അവർക്ക് ലഭിക്കുന്നു. ഇനി നല്ല കഴിവുള്ള നേതാക്കന്മാർ ഏതെങ്കിലും പാർട്ടിയിലുണ്ടെങ്കിൽ അവരെ വലവീശി പിടിക്കാതെ ഏജൻസികളെ CBI IT ഇവരൊക്കെ എല്ലാം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഇങ്ങോട്ട് മാറ്റുക. അന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ അവർ BJPയിലോട്ട് ചേരുക, അവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുക, അവർ സുരക്ഷിതരാകുന്നു. ഇങ്ങനെ വെച്ചാണ് കോൺഗ്രസ്സിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പൊക്കിക്കൊണ്ടുവന്ന ഒരു സാധനമായിരുന്നു ഈ കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി. എന്ത് പറ്റി? അതും പോളിഷായി. അപ്പോൾ ഇതൊക്കെ കാണുന്നത് ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാർക്ക് മനസ്സിലാകുന്നു. അതുമല്ല, അവർ ഉന്നയിച്ച ആശയങ്ങൾക്കൊരു തെറ്റ് പറയാനും പാടില്ല. ഒരു കൂറ് മാറി മറ്റൊരുത്തൻ്റെ കോടികളും വാങ്ങി വേറൊരുത്തരത്ത് പോയി കഴിഞ്ഞാൽ അവന് 20 വർഷം മത്സരിപ്പിക്കരുതെന്നുള്ള പറയുന്നില്ല. എന്താ കുഴപ്പം? അത് ന്യായമല്ലേ? രണ്ടാമത്, ഏത് തെറ്റും എന്ത് പറഞ്ഞാൽ എന്ത് പോഴത്തരം പറഞ്ഞാലും ഭരണപക്ഷത്തിൽ നിന്ന് ഉണ്ടായിക്കാൽ അത് കേൾക്കുന്ന പല കമ്മീഷനുകളും ഉണ്ട്. തെറ്റല്ലേ? അതങ്ങനെ ആകാൻ പാടില്ല. സോ ഇത് ഇപ്പോൾ നടക്കുന്ന ഈ തരംഗം വിളിച്ചു വരുത്തിയതാണ് BJP ചങ്കൂറ്റത്തോടെ എപ്പോഴും പറയുന്ന കോൺഗ്രസ് മുക്ത ഭാരതം. ഇതിൻ്റെ കോൺഗ്രസ് മുക്ത ഭാരതം ആർക്കും ചെയ്യാൻ പറ്റില്ല. അതൊരു വലിയൊരു പാർട്ടിയാണ്. അവരിൽ ഒരുപാട് അപാകതകളെല്ലാം ഉണ്ട്. ഏതെങ്കിലും ഈ BJP കയ്യിലുള്ള ഈ അമിത്ഷായ്ക്കോ ഈ മോദിക്കോ പറയാൻ പറ്റുമോ ഓ അച്ഛാ കാം കിയ, ഓ ബസ് ठीक है, കുച്ച് തൻ്റെ ഇടമായിട്ട് തുറന്ന് പറയാനുള്ള ആ ഒരു നെഞ്ചുറുപ്പ് അമിത്ഷായ്ക്കുമില്ല, മോദിക്കുമില്ല.
ഈ മോശി നാട് ചുറ്റി നടന്ന് വാട്ട് ഈസ് ദ പ്രസൻറ്റ് പൊസിഷൻ? ഇന്ത്യയിൽ ഇന്നത്തെ സ്റ്റേജാണ് എന്താണ്? നാളത്തെ ശില്പികളാകേണ്ട ചെറുപ്പക്കാർ അവർ മനസ്സ് മരവിച്ച് വെറുത്ത് അവർക്കിനി ഒരു ലൈഫ് കൂടെ കിട്ടില്ല എന്നുള്ള അതിൻ്റെ ആശയത്തിൽ ഉദിച്ചുയർന്ന ആശയങ്ങളാണ് ഈ പാറ്റ പാർട്ടി എന്നോ അല്ലോ കോക്രോച്ച് പാർട്ടി എന്നോ എന്തോ CBJP എന്നൊക്കെ CBPO എന്തൊക്കെയോ ഒരു പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. അതവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ വേദനകളാണ്, അവരുടെ സ്വപ്നങ്ങളാണ് പൊലിയുന്നത്. ഈ രാജ്യത്ത് അതിന് ഇപ്പോൾ നടക്കുന്ന ഭരണകൂടം അവരെ തകർത്ത് തരിപ്പണമാക്കാൻ ഇരിക്കുന്നത്. നമുക്കെല്ലാം ഒരാഴ്ചയേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വിട പറയേണ്ടി വരും. ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര വയസ്സായി മോദിക്ക്, അമിത്ഷയ്ക്ക് എത്ര വയസ്സായി? അവരുടെ സമയം ഇനി അത്ര ദീർഘം കാണുന്നത് ഈ മരിക്കുമ്പോഴും ഇതിൽ തൂങ്ങിക്കിടക്കുകയല്ല പ്രധാനം. ചെയ്ത തെറ്റുകളെ തിരിച്ചറിഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതാണ് നല്ലൊരു ഭരണാധിപന്മാർ ചെയ്യേണ്ടത്. ഇത് വല്ല സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തിട്ട് ആ പേരിൽ ഓക്കിയ മാറേഗ ചുൻ മാറേഗ ഇതൊന്നും അല്ല വേണ്ടത്. ഇറ്റ്സ് വെരി ബാഡ്. നല്ലൊരു ഭരണാധിപൻ കാണിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന എന്തും ഇന്നലെ ഗവൺമെൻറ്റിൽ ഉണ്ടാക്കിയ വടികൾ ആ ബേസ്മെൻറ്റ് ആ അടിസ്ഥാനത്തിൽ നിന്നാണ് നിങ്ങളിന്ന് എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. നിങ്ങളായിട്ട് ഇവിടെ ഒരു അടിസ്ഥാനം കെട്ടിയിട്ടില്ല. എന്താണ് നിങ്ങളുടെ അടിസ്ഥാനം? സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ദിസ് ഈസ് നോട്ട് ദ പ്രാക്ടിക്കൽ. സോ സൂക്ഷിക്കുക. ചെറുപ്പക്കാരാണ്, അവരെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തുക. അവർക്ക് ഒരു നിലനിൽപ്പിൻ്റെ ആവശ്യമുണ്ട്. അവരുടെ ഭാവി സുരക്ഷിതമാക്കണം. ഇപ്പം തന്നെ നോക്കൂ, നീറ്റ് പരീക്ഷയുടെ പേപ്പറുകളെല്ലാം മാർക്കറ്റിൽ ഫ്രീ ആയി. അപ്പോൾ എന്താണ്? അപ്പോൾ ഒരുപാട് ബലഹീനതയില്ല. കുറച്ച് ഞാനിപ്പോൾ കോപ്പറേറ്റീവ്സിൻ്റെ വടികൾ ഈ ചാനലൊന്നും പൂട്ടണമെന്ന് പറയുന്നത് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ദാറ്റ് വൺ. അതെ, കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ മാർക്കറ്റിന് വേണ്ടി അവർ പല ഉടായ്പും കാണിക്കും, നല്ലതും കാണിക്കും, മോശത്തരം കാണിക്കും. അന്ന് തന്നെ ഈ ഒരു MP എനിക്ക് തോന്നുന്നത് ഐ എം നോട്ട് ഷുവർ ഈ തൃണമൂൽ കോൺഗ്രസ്സിലുണ്ടായിരുന്നു തോന്നുന്നു. ഇവിടെ വന്ന് ഘോരഘോരം പ്രസംഗിച്ച് നല്ലൊരു ഈസ് എ ഗുഡ് വാൽമീകിയാണ്, നല്ല സംസാരിക്കും, കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യും. ദേ കിടക്കുന്നു. രാവിലെ ആയപ്പോൾ ആ മനുഷ്യൻ നേരെ BJPയിൽ പോയി. ആ BJP പോയില്ലെങ്കിൽ അവനെ പിടിച്ച് തൂക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് അയാളെ പിടിച്ച് രക്ഷയില്ലാതെ ഇതിലോട്ട് വന്നു. ഇങ്ങനെ ആൾക്കാരെ കോർസിനെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് വലിച്ച് ഈ പാർട്ടി അത്ര എല്ലാ നാളും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അവസാനം ഇതിനൊരു എൻഡ് കാണും. അന്നേ ശരിയും തെറ്റും അറിയാൻ പറ്റൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, നാം എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം. ഇന്നലെ രാജ്യത്തിന് വേണ്ടി ജീവിച്ചവരെ എല്ലാവരും നമ്മൾ ഓർക്കണം. അവരെല്ലാം ഈ രാജ്യത്തിൻ്റെ ശില്പികളാണ്. ഇപ്പോൾ ഭരിക്കുന്നവരും ഈ രാജ്യത്തിൻ്റെ ശില്പികളാണ് എന്ന് വിചാരിച്ച് കാണിക്കുന്ന തോന്നിയാവസ്ഥയിലെല്ലാം കാണും. ഒരു ഇലക്ഷൻ കമ്മീഷനെയും മറ്റുള്ള CBI അങ്ങനെയുള്ള ഏജൻസികളും കയ്യിൽ വയ്ക്കുക, ഒരു ചില ന്യായാധിപന്മാരെ കയ്യിൽ വയ്ക്കുക. ഇവരെല്ലാം വെച്ച് ഉപയോഗിച്ചിട്ട് ആ ഭരണം നിലനിർത്താനുള്ള ഒരു സംവിധാനം തിങ്ക് ചെയ്യുന്നതിന് വലിയ ആപൽക്കരമാണ്, തെറ്റാണ്. എന്ത് പറഞ്ഞാലും നമ്മുടെ കുരുത്തകളും നമ്മൾ വരുത്തിച്ച വിനകളൊന്നും അത് ശ്രീലങ്കയും പാകിസ്ഥാനെയും ബംഗ്ലാദേശിനും കുറ്റം പറയേണ്ട ഒരു കാര്യവുമില്ല. ചെയ്യരുതത്. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട്, നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ ഭരണപക്ഷത്തോട് പറയുകയാണ്, നിങ്ങൾ ഈ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്നത്, നിങ്ങൾ അവരുടെ ഏത് സൈറ്റുകളെല്ലാം ബാൻ ചെയ്താലും എല്ലാം അതിന് CC ചെയ്താലും ഒന്നും തീരാൻ പോണില്ല. ഇത് ഓൾറെഡി പുകഞ്ഞുകൊണ്ടേയിരിക്കും, അത് ആളിക്കത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ പാർട്ടിക്കാരോടും പറയുന്നത്, നിങ്ങളും എന്ത് പ്രവർത്തിച്ചാലും നിങ്ങളുടെ എയിംസ് നിങ്ങളുടെ നല്ല ഇത് തന്നെ, പക്ഷേ അത് ഒരിക്കലും വിപ്ലവകരമായ ഒരു രീതിയിലോട്ട് മാറിപ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളിങ്ങനെ റിലീസ് ചെയ്യാം, കുഴപ്പമില്ല, ജനം കാണുന്നുണ്ട്, എന്തെങ്കിലും അതിനൊരു വിധി ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 10 വർഷം ഇവിടെ നാട് മുടിപ്പിച്ച പഴയ CPMൻ്റെ മന്ത്രിസഭ. അത് തകർന്നു പോയി, തരിപ്പണമായി. ഇപ്പോൾ അതുപോലൊരു അവസാനം ഏത് പാർട്ടിയും ഉണ്ടായിക്കൂടുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ ചെറുപ്പക്കാരോടും പറയുന്നു, നിങ്ങളുടെ വിഷൻസ് നന്നായിരിക്കണം, നല്ലത് വേണ്ടി പ്രവർത്തിക്കണം, രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാകരുത്. ഇനി ഭരണാധിപന്മാരോട് പറയേണ്ടത്, നിങ്ങൾ ദയവേത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആൾക്കാരെ വിഭജിച്ച് നിങ്ങളുടെ ഭരണം നിലനിർത്താൻ ശ്രമിക്കരുത്. അത് നിങ്ങൾ ഈ ലോകത്തോട്, നിങ്ങളോട്, ഈ സമൂഹത്തോട്, ഈ ജനതയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിക്കുന്ന എൻ്റെ ശരിയും തെറ്റും നോക്കുക.
എങ്ങനെ ഇതിന് പ്രതികരണം ഉണ്ടായി, എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? അതുകൊണ്ട് ചെറുപ്പക്കാരുടെ വികാരങ്ങളെ നാം കണക്കിലെടുക്കണം. അവരാണ് ഈ രാജ്യത്തിൻ്റെ നാളത്തെ ശില്പികൾ. അതൊന്ന് ഓർമ്മ വേണം. ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്തോ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. മലയാളത്തിൽ പറഞ്ഞല്ലോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കാണാം, വീണ്ടും കേൾക്കാം അടുത്തൊരു വീഡിയോയിലൂടെ. താങ്ക് യു.